അത്രയും പ്രാഗൽഭ്യത്തോടു കൂടി പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ കലാമൂതി പത്രാധിപർ എന്നുള്ള നിലയിൽ, അതിനുശേഷം സമകാലീന മലയാളത്തിന്റെ പത്രാധിപർ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ വലിയ സംഭാവന നമുക്കെല്ലാം അറിയാം. ഇതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ് ജയൻ സാറിന് ഒരു പത്രപ്രവർത്തകർക്ക് കിട്ടുന്ന പെൻഷന് വേണ്ടി സർക്കാരിനോട് കെഞ്ചേണ്ടി വന്നു. അദ്ദേഹം 2 തവണ കത്തയച്ചു, എന്നെ പോലുള്ളവരോട് പറഞ്ഞു, ഞാനെല്ലാം ഇടപെടുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയില്ല. ബാംഗ്ലൂരിൽ മക്കള് അദ്ദേഹത്തെ പൊന്നുപോലെയാണ് നോക്കിയത്. പക്ഷെ സ്വന്തമായി വരുമാനമില്ല എന്നുള്ളത് അദ്ദേഹത്തെ അതീവ ദുഃഖിതനാക്കിയ ഒരു കാര്യമാണ്. ഒരിടയ്ക്ക് അദ്ദേഹത്തിന്റെ വലിയ പുസ്തക ശേഖരം ഞാൻ വേണ്ടി വിറ്റേക്കാം എന്നോട് പറഞ്ഞു. ആ പുസ്തക ശേഖരം വിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, കുടുംബ ആരെങ്കിലും ഒന്ന് നോക്കുവോ, ലൈബ്രറിക്കോ ആർക്കോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തേക്കാം എന്ന് അദ്ദേഹം സ്വന്തം മക്കളെ പോലെ കരുതി വെച്ചിരുന്ന പുസ്തക ശേഖരമാണ്. അത് കൊടുക്കുന്നതിന് പോലും അദ്ദേഹം ഒരിടയ്ക്ക് തയ്യാറായി. എന്ന് വെച്ചാൽ മക്കളുടെ കൂട്ടത്തിൽ ഒരു അല്ലലുമില്ലാതെ താമസിക്കുകയാണ്. എങ്കിൽ പോലും അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന് വരുമാനം കിട്ടിയിരുന്നില്ല എന്നുള്ളത് നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ്. സമയത്ത് അപേക്ഷിച്ചില്ല, അതൊക്കെ പരിഹരിക്കാവുന്നേ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പത്രാധിപരോട് കേരളം നീതി പുലർത്തിയില്ല, സ്നേഹം കാണിച്ചില്ല എന്നുള്ളത് അതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജയൻ സാറിനെ കുറിച്ചുള്ള ഈ ഒരു ഓർമ്മക്കുറിപ്പ് ഞാൻ സങ്കടത്തോടും കണ്ണീരോടും കൂടിയാണ് വായിച്ചത്.